ഫയറിൽ എൻ്റെ ന്യൂബ് അക്കൗണ്ടിലാണ് വന്നിരിക്കുന്നത്. ന്യൂബ് അക്കൗണ്ട് അല്ല, സെക്കൻഡ് അക്കൗണ്ട്. ഫസ്റ്റ് ന്യൂബ് അക്കൗണ്ട്, ഇപ്പം സെക്കൻഡ് അക്കൗണ്ടാണ്. നന്നായിട്ട് വരുന്നതാണ്. അപ്പം ഈ അക്കൗണ്ടിൽ നന്നായിട്ടുള്ളൊരു അക്കൗണ്ടാണ്. ഞാൻ പ്രത്യേകിച്ച് സോളോ പുഷിങ്ങാണ്. സ്കോഡൊന്നും ഞാൻ അങ്ങനെ സ്കോഡ് പുഷിങ് ഞാൻ ഇപ്പം തീരെ ചെയ്യാറില്ല. ക്ലാഷ് കോഡ് കളിക്കാറില്ല. ക്ലാഷ് കോഡ് കുറച്ച് കളിക്കാറുള്ളൂ. പിന്നെ ഫുള്ളും BR ആയിരുന്നു. അപ്പം ഈ ഇന്ത്യയിൽ നല്ല അത്യാവശ്യം 4 വർഷത്തിൻ്റെ അകത്തത് ഗോൾഡ്. 4 വർഷം ഇവിടെ അല്ല കേട്ടോ ഇതാക്കി അക്കൗണ്ട്. ഈ അക്കൗണ്ട് മുമ്പേ ഞാൻ കായ് ഉണ്ടാക്കിയത്. ഫസ്റ്റ് നല്ലൊരു 5 ലെവലിൽ ഒരു മലയാളി ഗിൽഡിൽ കയറ്റണം നിൽക്കുന്നുണ്ട്. മലയാളി ഗിൽഡ് വേണ്ട, വേറെ ലെവലിൽ മതി. ബംഗാളിയാ മാത്രക്ക് വേണ്ട. 5 ലെവൽ ബംഗാളി ഗിൽഡൊക്കെ വേണ്ട, നിൽക്കണ്ട. പണ്ട് ഞാൻ ന്യൂബ് ഗ്യാങ് കഴിഞ്ഞൊരു ഗിൽഡ് ഉണ്ടായിരുന്നു. അതിൽ 6 ലെവൽ അടിച്ച്. ആ ഗിൽഡ് കാരണം ഇവല്ലേ ബേബൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് ഉണ്ട് കേട്ടാ. ഈ ഗിൽഡിലവ നമുക്ക് എന്താ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് ഉണ്ട്. ഓൻ്റെ ഗിൽഡിൻ്റെ ലീഡറുണ്ട്. ഇപ്പോൾ വേറെ ഏതില്ലാതെ തമിഴ് ഗിൽഡിലാണ് കയറിയിട്ടുള്ളത്. ആൾക്കാർ മാക്സാണ്. നമുക്ക് 4 ലെവലിലെ ഗിൽഡ് കയറാം, അതും മാക്സാണ്. അടുത്ത 4 ലെവലിലെ ഗിൽഡ് കയറാം, അതും മാക്സാണ്. എല്ലാം മാക്സ് തന്നെ കഴിച്ചു. നമുക്ക് ഗിൽഡ് കയറണ്ട, BR സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇനി കുറച്ചും കൂടി മതി നമുക്ക് 3 അടിക്കാൻ, ഗോൾഡ് 3 അടിക്കാം. പ്ലാറ്റിനം ആവണം ഗൈസ്. ഈ സീസൺ കൊണ്ട് എന്താ ഒരു കാര്യമില്ല. എൻ്റെ കായൻ്റെ എല്ലാം പോയി, കായത്തെല്ലാം പോയി, റാങ്കൊക്കെ പോയിട്ടുണ്ട്. കളിച്ചിട്ടാവുകൊണ്ട് കാര്യമേ ഇല്ല. അപ്പം നമ്മളിങ്ങനെ ഇരിക്കട്ടോ അവിടെ. ഇവിടെ ഈ കാലത്ത് കാര്യമുണ്ട്. എല്ലാവരും വീടിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ആളോട് പോസ് ചെയ്യുന്നുണ്ട്, തിരിഞ്ഞുണ്ട്. ഇത് അങ്ങോട്ട് പോവുക. ഒരാളിത് ഇങ്ങനെ കൂടെ ക്രോസ് ചെയ്ത് പോവുക. ഞാൻ ആരെങ്കിലും വരട്ടെ. വെള്ളം അടങ്ങിയതപ്പോൾ നാൽപ്പത്തെട്ട് ആൾക്കാർ, 49 അപ്പം നമ്മൾ ഫീഡ്സിലാണ് ഇറങ്ങണേ. ഫീഡ്സിൽ അത്യാവശ്യം ഇങ്ങനെ ഇറങ്ങുക കഴിച്ചു. ഫീഡ്സിൽ നല്ല എണ്ണീസ് ഇറങ്ങിയിട്ട്. അപ്പോൾ ഫീഡ്സ് നല്ല എന്നെ ഇങ്ങനെ പോക്കട്ടെ. ഞാൻ കാണില്ല ഒത്തിരി മനുഷ്യനെ പോലും. ഇത് പിന്നിൽ എനിമീൻ്റെ ചാകരയാണ് കേസ്. ചാകരേനെ ഫുൾ എല്ലാവരും ആ ചാകരേനെ ഒന്ന് റൈപ്പ് ചെയ്യാൻ നോക്കാം. ഇതാ ആ വീട് ചാകരയാണ്, എനിമീൻ്റെ ചാകര. മോള് എനിമിണ്ടാവും, പോയി നോക്കാം. എനിമില്ലേ? ഹയ്യടാ, സുഖമല്ലേ? ഓ എന്ത് പവർ ഗൺസാണോ എൻ്റെ കയ്യിലൊക്കെ. ചോറ് അടിക്കാൻ പറ്റില്ല എന്നെ. പിന്നെ ഇത് MB51 ചലഞ്ചാണ്. MB51 ചലഞ്ചാണ്. അത് പറയാൻ പറഞ്ഞു. ഇതിലൊക്കെ MB5 ചലഞ്ച് ചെയ്യാം, ഈസി പീസിയാ. റിയൽ പ്ലെയേഴ്സൊക്കെ കുറച്ച് വരുന്നുള്ളൂ കേട്ടാ.
പകുതി എനിമീസ് നമ്മൾ കൊന്നിട്ടുണ്ട് ഗൈസ്. ലൂട്ടിപ്പറക്കാൻ പോലെ എനിമി റിയലാന്ന് തോന്നുന്നു. ഒരു റിയൽ എനിമി ആണെന്ന് തോന്നുന്നു ഗൈസ്. നന്നായിട്ട് വരുന്നുണ്ട്. ഇതും പൊട്ടൻ, എല്ലാം പൊട്ടൻ ഇട്ടാ. ഇവിടുത്തെ എനിമീസ് പകുതിയും കയ്യും തോന്നുന്നു ഗൈസ്. കൂടുന്ന സ്ഥലം വിടാ. ഒറ്റയ്ക്ക് 5 ലക്ഷം സെറ്റുണ്ട്. കലഹാരിയിൽ നമ്മളെ റഫിനറിയിലൊന്നും ഇറങ്ങിയതാ ഇതില്. ഒരുത്തനെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒരുത്തനെ കൊന്ന്. അമ്മാതിരി നല്ല ഇൻഡുണ്ടായിരുന്നു. ഒറ്റയ്ക്കിൻ്റെ പൈസ നിങ്ങള് 200 മുകളിലായി, അല്ല 1000 മുകളിലായി. അല്ല പിന്നെ പൈസ ഒരു ലോണ്ട് കേസ്. ഇതിൽ 3 പേരെ 4 പേർക്ക് റിവ്യൂള്ള പൈസ കിട്ടി. 3 പേരെ 4 പേരെ റിവ്യൂള്ള പൈസ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് പോയാലോ ഗൈസ്? പോകണ്ട ഒരു എമ്മിണ്ട്. അറിയാലെന്ന് തോന്നുന്നു ദിവസം വെടിക്കുന്നുണ്ട്. അവൻ വെക്കണ വെടിക്ക് കൊള്ളില്ലട്ടാ. അവനെ പോയിട്ടൊന്ന് ഡഡാക്ക. ചെക്കൻ നന്നായിട്ട് കളിക്കുന്നുട്ടാ. അവൻ ചിലപ്പോൾ റിയലാണെങ്കിൽ നമ്മൾ ചാവാൻ സാധ്യതയുണ്ട്. ചെക്കൻ നല്ല കളിക്കുന്നുട്ടാ. നന്നായിട്ട് കത്തിയ വൈൻ പേജാണ്. വൈൻ പേജല്ലേ എന്തോ അടിച്ചിട്ടുണ്ട്. നമുക്ക് മോളിൽ ഇങ്ങനെ പോവാ. അവിടെ ഒരു റോണാണ്. അപ്പൊ ഗൈസ് രണ്ടിങ് മേടിച്ചാൽ ഇവിടുന്ന് MB5 ഓൺലി ചലഞ്ച് അല്ല. അപ്പം എന്താണ് അന്നാ പറഞ്ഞ ഗൈസ്? അപ്പോൾ ഇതൊരു കാര്യം പറയാൻ പറഞ്ഞു. ഇത് MB5 ഓൺലി ചലഞ്ചാണ്. ഞാൻ എന്തൊക്കെ കണ്ടെടുത്ത് കളിച്ചു. അപ്പം ഇന്നും ഈ സമയം മുതൽ MB5 ചലഞ്ച് തുടങ്ങി. MB5 ചലഞ്ച് പെട്ടെന്ന് കണ്ടിട്ട് ഒരു ഹൊറൈസൺ വെറുതെ മേടിച്ചു. MB5 ചലഞ്ച് അല്ല ഗൈസ്. എനിക്ക് കുറേ ഗൺസ് ആവശ്യമുണ്ട്. ഒരു SVD പിന്നെന്താ പിടിക്കുക? നല്ല സമയത്തായി എനിമി ഗൈസ്. കൊല്ലലടാ, അവിടെ കൊല്ലലടാ. പ്രോ ആട്ടോ ഗൈസ്. ഒരു 25+. ഒരു ഇച്ചിരി മതിയായിരുന്നു ഗൈസ്. ഒരു 10 എടുത്തെങ്കിൽ സെറ്റായിരുന്നു. അവിടെ നിന്ന് മേടിക്കുന്നു ഞാൻ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഇതൊക്കെ ക്ലൈമറ്റ് 20 ലെവലായ ക്ലൈമിയാള്. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്